ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും എറണാകുളവും UDF നിലനിർത്തുമെന്ന് റിപ്പോർട്ട് മെഗാ പ്രീ പോൾ സർവേ. സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനം മികച്ചതെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. മോദി സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ഭൂരിപക്ഷം പേരും പറയുന്നു. കേരളത്തിൽ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തനം മോശമെന്ന് പറയുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഏറെയും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിന് മുൻപ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 20 മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ നേരിട്ട് റിപ്പോർട്ടറിന്റെ റിസർച്ച് ടീം നടത്തി കണ്ടെത്തിയ സർവേ ഫലങ്ങളാണ് പ്രേക്ഷകരോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ UDF മണ്ഡലം നിലനിർത്തും. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ 41% പേരാണ് UDF വിജയം പ്രവചിക്കുന്നത്. LDF വിജയിക്കുമെന്ന് 39.4% പേർ അഭിപ്രായപ്പെട്ടു. 18.8% BJP വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. VK ശ്രീകണ്ഠന്റെ പ്രവർത്തനങ്ങൾക്ക് ശരാശരി മാർക്കാണ് മണ്ഡലം നൽകുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം മോശമാണെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ 63.5%ന്റെയും അഭിപ്രായം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ശരാശരിയെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 45.5% പേരും അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികം പേരും. ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി? പാലക്കാടിന്റെ മനസ്സിലുള്ള പ്രധാനമന്ത്രി അത് രാഹുൽ ഗാന്ധിയാണെങ്കിൽ VK ശ്രീകണ്ഠൻ എഡ്ജ്, നരേന്ദ്രമോദിയാണെങ്കിൽ NDAക്ക് കുറച്ച് പ്രതീക്ഷിക്കാം. എന്താണ് പാലക്കാടിന്റെ മനസ്സിൽ? നോക്കാം, ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. നോക്കൂ, രാഹുൽ ഗാന്ധി, പകുതിയിലധികം ആളുകളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു. പാലക്കാട് മണ്ഡലത്തിൽ 54.4%. മോദി വളരെ താഴെയാണ്. മോദി വളരെ താഴെയാണ്, രണ്ടാമതാണെങ്കിലും. എറണാകുളത്ത് വിജയക്കൊടി പാറിക്കാൻ LDF ഇനിയും കാത്തിരിക്കണം. മധ്യ കേരളത്തിലെ UDF കോട്ട ഇത്തവണയും പൊളിക്കാനാകില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്ത 48% പേരുടെയും അഭിപ്രായം. LDF വിജയിക്കുമെന്ന് 35% പേർ അഭിപ്രായപ്പെട്ടു. BJP വിജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് 16.2%. ഹൈബി ഈഡന്റെ പ്രവർത്തനം മികച്ചതെന്ന അഭിപ്രായക്കാരാണ് സർവേയിൽ പങ്കെടുത്തവർ. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനം ശരാശരി എന്ന അഭിപ്രായമാണ് കൂടുതൽ പേരും പങ്കുവച്ചത്. പ്രതിപക്ഷ പ്രവർത്തനത്തിന് ശരാശരി മാർക്കാണ് കൂടുതൽ പേരും നൽകുന്നത്. മോദി സർക്കാർ മികച്ചതെന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരുടെയും അഭിപ്രായം. എങ്ങനെയുണ്ട് മോദി സർക്കാർ? മോദി സർക്കാർ കൈസാ ഹേ? ഉത്തരം ഇതാണ്. നല്ല അഭിപ്രായമുള്ളവർ വളരെ കൂടുതലാണ്, 40.1%. അവിടെയാണ് സ്മൃതി നേരത്തെ പറഞ്ഞില്ലേ, 30% ആളുകൾ മോദി പ്രധാനമന്ത്രിയാകണമെന്ന് കൊച്ചി പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയായി മാറുന്നു മോദിയുടെ കാര്യത്തിൽ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 14 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ 11 മണ്ഡലങ്ങളിൽ UDFനും 3 LDFനുമാണ് സർവേയിൽ പങ്കെടുത്തവർ വിജയ സാധ്യത കൽപ്പിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.